പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് നാം കാണുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. ഈ കഴുകനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തിൽ നമുക്ക് ഉത്തേജനവും ശക്തിയും തരുന്ന വാക്കുകളാണ് കാണുന്നത്. തളർന്ന മനസ്സിനെയും ശരീരത്തെയും ഈ വാക്യങ്ങൾ ഉന്മേഷം തരുന്നു. എന്താണ് ഈ കഴുകൻ്റെ പ്രത്യേകത എന്ന് ചിന്തിച്ചാൽ, അത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. അത് മറ്റു പക്ഷികളെപ്പോലെ കൂട്ടത്തിൽ പറക്കുന്നതല്ല. കൊടുങ്കാറ്റ് കണ്ടാൽ ഭയപ്പെടാതെ അതിൽ കൂടി പറന്നു പോകും. അതിൻ്റെ കണ്ണുകൾക്ക് വളരെ ദൂരക്കാഴ്ചയുണ്ട്. അത് ഇരയെ കൂടി ആക്രമിക്കുവാൻ വരുന്ന ശത്രുക്കളെയും ദൂരവേ കാണുവാൻ അതിന് കഴിയുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പുറപ്പാട് പുസ്തകം 19:4 ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ എന്ന് ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നു. ദൈവം കഴുകൻ്റെ ചിറകിൽ വസിക്കുമാറാക്കി അവരെ പറത്തി തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന അനുഭവത്തെക്കുറിച്ച് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നു. അതുപോലെ ആവർത്തന പുസ്തകം 32:11 വാക്യം, കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്തു, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു എന്ന് ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം എങ്ങനെ ഇസ്രായേൽ മക്കളെ നടത്തി എന്നുള്ളതിനെക്കുറിച്ചും അവരെ നടത്തി പരിപാലിച്ചതിനെക്കുറിച്ചും തിരുവചനത്തിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കി കർത്താവിൽ മാത്രം നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രതികൂല സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും കണ്ട് തളർന്നു പോകാതെ ഉയരങ്ങളിലേക്ക് നോക്കി പറക്കുവാൻ നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നമ്മളിലുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ശക്തി കുറഞ്ഞു പോകുവാനല്ല, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നവരെ പോലെ ക്ഷീണിച്ചു പോകുവാനല്ല, തളർന്നു പോകുവാനല്ല, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്രകാരം ആയിരിക്കുന്നുവെങ്കിൽ കൃത്യമായി കർത്താവ് നമ്മെ സഹായിക്കും. തിരുവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. സാർഷ്യവാക്യം 23:5 വാക്യം, നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നതെന്തിന്? അതില്ലാതെ പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയുമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഇവിടെ ജ്ഞാനിയും ധനികനുമായ ശലോമോൻ പറയുകയാണ്, ധനം വേഗത്തിൽ പറന്നു പോകും. എങ്കിൽ ഈ ലോകത്തിലുള്ളതിൽ ആശ്രയിക്കുവാനല്ല, കർത്താവിൽ ആശ്രയിച്ച്, ധനത്തിൽ ആശ്രയിക്കുവാനല്ല, കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ കർത്താവിൽ മാത്രം നമുക്ക് നോക്കാം, കർത്താവിൽ മാത്രം നമുക്ക് ചാരാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.